പടിഞ്ഞാറക്കോട്ടയിൽ ചെമ്പകശ്ശേരി റെസിഡൻഷ്യൽ ലൈനിൽ താമസിക്കുന്ന ഷിനിയെ വീട്ടിൽ രാവിലെ 8:30 ചെന്ന് തലയ്ക്ക് നോക്കി വെടിവെച്ച സംഭവം വലിയ വാർത്തയായിരുന്നു. ആ വെടിവെച്ച സ്ത്രീയെ അവിടെ നിന്ന് കാറിൽ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. മഞ്ചേരി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. അവസാനം ആ വീട്ടിൽ വന്ന് വെടിവെച്ച ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. വലിയ വാർത്തകൾ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു സംഭവമാണ്. മഞ്ചേരി പോലീസ് ആ സ്ത്രീയെ അറസ്റ്റ് ചെയ്തു, അവരെ റിമാൻഡ് ചെയ്തു. അറ്റംപ്റ്റ് ടു മർഡറാണ് കേസ് എടുത്തിരിക്കുന്നത്. തലയിൽ വെടിവെക്കുന്നത് അത് ചെറിയ പെല്ലറ്റായാലും ശരി, നെറ്റി നോക്കി വെടിവെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബ്രെയിനിൽ ചെന്ന് പതിക്കും. 3 വെടി അവർ വെച്ചു. 2 എണ്ണം ഉന്നം തെറ്റിപ്പോയി, ഒരെണ്ണം അവർ കൈകൊണ്ട് തടുത്തു, ആ കയ്യിൽ വെടിയേറ്റു. അവരുടെ കയ്യിൽ നിന്ന് ആ പെല്ലറ്റ് എടുക്കുകയും ചെയ്തു. അപ്പം ഇത് എന്താണ് ഇതിൻ്റെ മോട്ടീവ് എന്ന് തുടക്കത്തിൽ വലിയ സംശയമായിരുന്നു. ആ ഷിനി സുജിത്ത് എന്ന് പറയുന്ന ലേഡി, അവർക്ക് 40 വയസ്സുണ്ട്, ഭർത്താവുണ്ട്. സുജിത്ത് മാലിയിലാണ്, മക്കളുണ്ട്. അവരുടെ ഭർത്താവിൻ്റെ പിതാവ് ഭാസ്കരൻ നായരും അവരുടെ അമ്മയും ഒന്നിച്ചാണ് താമസം. ഇതിൻ്റെ മോട്ടീവ് ആദ്യം പലർക്കും പല സംശയങ്ങളും. എന്തിനാണ് ഇതിങ്ങനെ ചെയ്തത്? അതൊരു സ്ത്രീ വന്ന് കാറിൽ വന്ന് ചെയ്തിട്ട് രക്ഷപ്പെട്ടു പോയി. ആ വീട്ടിൽ വെടിയേറ്റ ഉടനെ കൈകൊണ്ട് തടുത്തപ്പം കയ്യിൽ വെടികൊണ്ട് രക്തം ചീത്തിപ്പം വീട്ടുകാരെല്ലാം കരഞ്ഞു. അതോടുകൂടിയാണ് വെടിവെച്ച് വന്ന സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങി ഓടി അവരുടെ കാറിൽ രക്ഷപ്പെട്ടത്. പോലീസുകാർ വളരെ നല്ല അന്വേഷണം നടത്തി അവരെ ട്രാക്ക് ചെയ്ത് ഏതായാലും പിടിച്ചെടുത്തു. ആ തോക്ക് കസ്റ്റഡിയിലെടുത്തു. അത് ഓൺലൈനിൽ അവർ വാങ്ങിച്ചതാണ്, കളിത്തോക്കാണ്, പെല്ലറ്റ് ഉപയോഗിച്ച് വെടിവെക്കാം. അതുപോലെ അവർ കാറ് കസ്റ്റഡിയിലെടുത്തു. ആ കാറ്, ഇവരുടെ ഭർത്താവ് ഡോക്ടറാണ്, കൊല്ലത്ത് തന്നെ, പക്ഷേ അദ്ദേഹത്തിൻ്റെ കാറല്ല, ഇവരുടെ കാറല്ല. ആ കാറ് സിൽവർ കോട്ടിംഗ് ഉള്ള കാറ്, മാരുതി കാറ്, ഭർത്താവിൻ്റെ പിതാവിൻ്റെയാണ്. അതെല്ലാം ആ കാറും കസ്റ്റഡിയിലെടുത്തു. ഇപ്പോൾ സുജിത്തിനെ പോലീസ് ചോദ്യം ചെയ്തു. സുജിത്തിനെതിരായിട്ട് ഒരു കേസ്, ഒരു റേപ്പ് കേസ് കൊല്ലത്ത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. അതിവിടുന്ന് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ അവരുടെ മൊഴി പകർത്തി കേസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. ഇവരുടെ ഷിനിയുടെ ഭർത്താവ് ഇവരെ റേപ്പ് ചെയ്തു, ബലം പ്രയോഗിച്ച് അവരെ റേപ്പ് ചെയ്തു എന്നാണ് അവരുടെ പരാതിയുടെ രത്ന ചുരുക്കം. ഇത് നിലനിൽക്കുമോ നിയമപരമായി? അതാണ് വേറെ പ്രസക്തമായ ഒരു ചോദ്യം. സുജിത്തുമായിട്ടുള്ള ഇവർക്ക് കഴിഞ്ഞ കോവിഡ് കാലഘട്ടത്തിൽ കൊല്ലത്തെ ഹോസ്പിറ്റലിൽ ഒരു PRO ആയിരുന്ന ഇദ്ദേഹം ഇവരുമായിട്ട് നല്ല അടുപ്പമായി, സമ്മതിക്കുന്നു. ആ അടുപ്പം ഡെവലപ്പ് ചെയ്തു. അതിനുശേഷം ആ ബന്ധം വിച്ഛേദിച്ച അങ്ങേര് ഇവർ മാലിയിൽ പോയി. മാലിയിലെ ഡോക്ടർ അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കണം, ഡോക്ടർ ദീപ്തിമോൾ ജോസ് പോയി അദ്ദേഹത്തിനെ കണ്ടു എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം കല്യാണം കഴിച്ച് കുട്ടികളുമായി ആ ബന്ധം തുടരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എന്തായാലും എന്താ നടന്നത്, അവർ തമ്മിൽ ഇൻട്രാക്ട് ചെയ്ത് എന്താണെന്ന് നമുക്കറിയില്ല. എന്തായാലും വഞ്ചൂർ പോലീസ് ഒരു റേപ്പ് കേസൂടെ ആ ഷിനിയുടെ ഭർത്താവിനെതിരായിട്ട്, സുജിത് നായർക്കെതിരായിട്ട് രജിസ്റ്റർ ചെയ്ത് കൊല്ലത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അവർ പറയുന്നത് തൻ്റെ ജീവിതം തകർത്തത് സുജിത്താണ് താന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഇവർ ആ പറയുന്നതിന് നിയമപരമായ അടിസ്ഥാനമുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. കാരണം ഇവർ വിവാഹം കഴിച്ചു, ഒരു ഡോക്ടറാണ്, അതിലകത്ത് കുട്ടികളുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ഒരാൾ പഴയ ആ ബന്ധത്തിലേക്ക് പോകുമ്പോൾ അയാൾ തിരസ്കരിച്ചെങ്കിൽ 2019 ബന്ധം എന്ന് പറയുന്ന ആരോപിച്ച ബന്ധം, അതിന് മുമ്പ് ഇവർ കല്യാണം കഴിച്ചോ ഇല്ലയോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അതേപ്പറ്റി പോലീസ്, കൊല്ലം പോലീസും വഞ്ചൂർ പോലീസും ഒക്കെ അന്വേഷിക്കുമായിരിക്കാം. എങ്കിലും ഷിനിയുടെ ഭർത്താവുമായിട്ട് ഇവർക്ക് നല്ല ബന്ധമുണ്ട്. അത് ഏത് രീതിയിലുള്ള ബന്ധമാണെന്ന് നീ കണ്ടുപിടിക്കണം. അത് ഇവരെ
തന്നെ ബലം പ്രയോഗിച്ച് സുജിത്ത് റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞൊരു മൊഴി അത് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം പോലീസ് അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിരിക്കുന്നു. അതിനുള്ള സാധ്യത വളരെ ബ്ലീക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് സാധ്യത വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. എന്തായാലും ഒരു സ്ത്രീ പറഞ്ഞതാണ്, പ്രതിയായാലും ആരായാലും ശരി, അവർ പറഞ്ഞ മൊഴി പ്രകാരം കേസ് പോലീസിൻ്റെ അടുത്തേ പറ്റുള്ളൂ. അതിനകത്ത് കഴമ്പുണ്ടോ എന്നുള്ള കാര്യം അന്വേഷണത്തിലേ വെളിവാകുള്ളൂ. ഒരു കൗണ്ടർ കേസ് എടുത്തതാണോ എന്നുള്ള കാര്യവും അത് പിന്നീട് നിയമപരമായി അതിൻ്റെ പരിസമാപ്തിയിൽ എത്തുമ്പോഴേ നമുക്കത് കാര്യം മനസ്സിലാവുള്ളൂ. ഇപ്പം നാഷണൽ ഹെൽത്ത് മിഷനിൽ ജോലി ചെയ്യുന്ന ഷിനി സുജിത്തിൻ്റെ വീട്ടിൽ രാവിലെ 8:30 വന്ന് അവരെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ട് പോയി. കാരണം തലയ്ക്കും കഴുത്തിനും വെക്കുന്ന ക്ഷതം ഒരു PG ഡോക്ടറായ ആ സ്ത്രീ അറിയാതെ വെച്ചു, അല്ലെങ്കിൽ അത് അത്ര ഞാൻ ചിന്തിച്ചില്ല എന്നും പറയാൻ ഒക്കില്ല. അവർ ക്രിട്ടിക്കൽ കെയറിൽ അവർ ജോലി ചെയ്യുന്ന സ്ത്രീയാണ്. മനുഷ്യൻ്റെ ആ ഡൈയിങ് സ്റ്റേജിലും അല്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥയെല്ലാം നന്നായിട്ട് അറിയാവുന്ന സ്ത്രീയാണ്. നെറ്റി നോക്കി വെടിവെച്ചെങ്കിൽ ആ വെടി പെല്ലറ്റ് എന്തായാലും ബ്രെയിനിൽ ചെന്നുകയും ഒറ്റ വെടി കൊണ്ട് ചെറിയ പെല്ലറ്റായാലും ശരി, വലിയ ലൈസൻസ് നോക്കില്ലെങ്കിലും ശരി, ഇത് ക്ലോസ് റേഞ്ചിൽ അടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ തറയിൽ വീഴും. 2-3 ഒന്നിച്ചു കൊടുത്താൽ തീർച്ചയായിട്ടും ഈ കളിത്തോക്കായാലും ശരി, ക്ലോസ് റേഞ്ചിൽ ആ പെല്ലറ്റ് തലച്ചോറി ബ്രെയിനിൽ പതിച്ച് അവർ മരണപ്പെടാനുള്ള 99% സാധ്യതയുണ്ട്. അതേപ്പറ്റി സാധാരണക്കാരും നമ്മളെക്കാട്ടിലും കൂടുതൽ ബോധവാനും അതേസമയത്ത് കൂടുതൽ അറിവുമുള്ള സ്ത്രീയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അവരൊരു ഡോക്ടറാണ്, PGക്കാരിയാണ്, ക്രിട്ടിക്കൽ കെയറിൽ പ്രത്യേകിച്ച് ക്രിട്ടിക്കൽ കെയർ ജോലി ചെയ്യുന്നതാണ്. അതുകൊണ്ട് അവരുടെ വാദഗതികളൊന്നും കോടതിയിൽ വിലപ്പോകാൻ സാധ്യത കുറവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇതൊരു അറ്റംപ്റ്റ് മർഡർ തന്നെയായിരിക്കാം. അതിനകത്ത് ഇവരെ കൊന്നെങ്കിൽ മാത്രമേ ചിലപ്പോൾ അത് അയാളുള്ള വൈരാഗ്യം കൊണ്ട് അയാളുടെ ഭാര്യയെ കൊല്ലാൻ വന്നു എന്ന് പറയുന്നതിന് യുക്തിയില്ല. അത് നിയമപരമായി അത് നിലനിൽക്കുന്ന കാര്യമല്ല. അവർ നല്ല ഈ ഷിനിയെക്കാട്ടിലും വിവരമുള്ള സ്ത്രീയാണ്, പഠിപ്പുള്ള സ്ത്രീയാണ്, പോസ്റ്റ് ഗ്രാജുവേറ്റാണ്, MBBSലാണ്. അങ്ങനെയൊക്കെയുള്ളൊരു വ്യക്തിയാണ് ഇവിടെ കിടന്ന് ഈ നാഷണൽ ഹെൽത്ത് മിഷനിൽ ജോലിയുള്ള സ്ത്രീയെ കൊല്ലാൻ ശ്രമിച്ചത്. അതുകൊണ്ട് ആ കേസ് നിലനിൽക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനുള്ള എവിഡൻസുകളെല്ലാം ഉണ്ട്. അതിനകത്ത് അവരുടെ ഫിംഗർ പ്രിൻ്റ് ആ വീട്ടിൽ വന്നില്ല എന്നുള്ള വാദഗതി നിൽക്കത്തില്ല. അവരെ കണ്ട് പലരും തിരിച്ചറിയും. ഐഡൻറ്റിഫിക്കേഷൻ പരേഡ് പോലീസ് നടത്തുന്നുണ്ടാവും. അവരവിടെ ബെല്ലടിച്ചപ്പോൾ അവരുടെ ഫിംഗർ പ്രിൻ്റ് അവിടെ ആ ബെല്ലിൻ്റെ അവിടെ പതിഞ്ഞിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് നേരത്തെ ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവർ ഓൺലൈനിൽ എക്യുപ്മെൻറ്റ് വരുത്തി, അല്ലെങ്കിൽ ഈ തോക്ക് വരുത്തിയത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. പിന്നെ ഇവർ കാർ വിൽപ്പനയുടെ സ്ഥലത്ത് കയറി ഒരു കാറിൻ്റെ നമ്പർ ഇവരുടെ എടുത്ത് അത് ഇതിനകത്ത് വെച്ചു. ആ കാറിൻ്റെ നമ്പർ അവർ വെളിയിൽ എവിടെയെങ്കിലും കൊടുത്തായിരിക്കണം ആ നമ്പർ പ്ലേറ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. അതിന് എവിഡൻസ് വരും. എല്ലാം പ്രിപ്പറേഷന് കൃത്യമായി ഇവർ ഉണ്ടായിരുന്നു ഇവർക്ക്. അതുകൊണ്ട് അത് തന്നെയല്ല, മറ്റൊരു കാർ ഇവിടെ വന്നത് അവരുടെ ഭർത്താവിൻ്റെ പിതാവിൻ്റെ കാറാണ്. പൊതുവെ നോക്കി 99% ഇവർക്ക് എഗനിസ്റ്റായിട്ടാണ് ഈ കേസിനകത്ത് തെളിവ് നിൽക്കുന്നത്. ഇനി അവർ ഉദ്ദേശിച്ച കാര്യം എന്താണെന്ന് നമുക്കറിയില്ല. അവരെ റേപ്പ് ചെയ്തു എന്നുള്ളത് സ്വാഭാവികമായി ഈ കേസിനൊരു കൗണ്ടറായിട്ട് മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതിനു മുമ്പ് അവർ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇതിനു മുമ്പാണ് അവർ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത സ്ത്രീയല്ല. അപ്പോൾ നേരത്തെ ഇയാൾ ബലം പ്രയോഗിച്ച് റേപ്പ് പല സ്ഥലത്തും പോയി ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ട് അതിനൊരു കേസ് കൊടുത്തില്ല, പറഞ്ഞില്ല? ഇപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ തോന്നി എന്നു മുതലാണ് അവരുടെ ബന്ധങ്ങൾ ആ ബന്ധങ്ങൾ വേർപെട്ടത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പോലീസ് കൃത്യമായിട്ട് അന്വേഷിക്കണം ഈ കേസിനകത്ത്. കാരണം ഇതിനകത്ത് പോലീസിനൊരു തെറ്റ് പറ്റാൻ പാടില്ല. കാരണം ഒരു ഷിനി എന്ന ഒരു ഹൗസ് വൈഫിനെ കൊല്ലാൻ ശ്രമിച്ച കേസാണ്, തോക്ക് ഉപയോഗിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസാണ്. പ്രത്യേകിച്ച് തലയെപ്പറ്റിയും ബ്രെയിനിനെപ്പറ്റിയും കഴുത്തിനെപ്പറ്റിയും ഞരമ്പുകളെപ്പറ്റിയൊക്കെ നല്ല ബോധമുള്ള ഒരാളാണ് വെടിവെച്ചത്. മറ്റു ക്രിമിനൽസൊക്കെ ചെയ്യുന്ന പോലെ വെട്ടുകത്തി കൊണ്ടൊന്നോ വെട്ടേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അവർക്കറിയാം പെനിട്രേറ്റ് ചെയ്ത് പോകുന്ന അത് എന്ത് സാധനമാണ്, അത് കൃത്യമായിട്ട് എവിടെ ചെന്ന് അത് ലാൻഡ് ചെയ്യും, അവിടെ ചെന്ന് അത് പതിക്കും എന്നൊക്കെ നല്ല ബോധ്യമുള്ള ഒരു പ്രതിയായിട്ടാണ് നമുക്കിതിനകത്ത് കണക്കാനുള്ളൂ. ഏതായാലും വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഏതായാലും പോലീസ് എത്രയും പെട്ടെന്ന് ഇതിനകത്ത് ഒരു ചാർജ് ഷീറ്റ് കൊടുക്കും എന്നാണ് ഞാൻ കരുതുന്നത്.